ഒരു പുൽവെട്ടിയന്ത്രം സ്വന്തമാക്കണമെങ്കിൽ കുറഞ്ഞത് നമ്മൾ ഒരു 6000 രൂപ മുതൽ ഒരു 12000 രൂപ വരെയെങ്കിലും മുടക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളരുന്ന ചെറിയ കളകളെയും അതുപോലെ നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ വളർത്തുന്ന പുൽത്തകിടിയെ വെട്ടിയൊരുക്കാനും ഒക്കെ പറ്റുന്ന, അതും ഒരു 500 രൂപയിൽ താഴെ മാത്രം ചിലവ് വരുന്ന ഒരു പുൽവെട്ടിയന്ത്രം എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ്റെ ആ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഈ ഒരു ഉപകരണം നിർമ്മിക്കാൻ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് ഇതുപോലത്തെ ഒരു DC മോട്ടോർ. ഇത് നമുക്ക് ഈ DVD ഒക്കെ റിപ്പയർ ചെയ്യുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 6 വോൾട്ടിലും 9 വോൾട്ടിലും ഒക്കെ വർക്ക് ചെയ്യുന്ന DC മോട്ടോറുകൾ കിട്ടും. നിങ്ങളൊരു 9 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി 9 വോൾട്ടിന് മുകളിൽ 12 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ അടുത്ത ദൗത്യം മോട്ടറിന് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോൾഡറിങ് ആണെന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ മോട്ടറിൻ്റെ പുറകിൽ കാണുന്ന ഈ കമ്പിയിലോട്ട് പിരിച്ചു വെച്ചാൽ മതി വയർ. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ വയറാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. മീറ്ററിന് 5 രൂപ 10 രൂപ അത്രയൊക്കെ വരത്തുള്ളൂ. നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് കറണ്ടൊന്നും ഈ വയർ വഴി പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഏകദേശം 2-2.5 മീറ്റർ വയറിൻ്റെ ഒക്കെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. PVC പൈപ്പിനകത്തൂടെ കയറ്റി വിടുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ വയർ നമ്മൾ മോട്ടറിൻ്റെ പുറകുവശത്ത് ആ കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്ത് പിരിച്ചു കൊടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പോസിറ്റീവോ നെഗറ്റീവോ കളർ കോഡോ ഒന്നും ബാധകമല്ല. ചുമ്മാ 2 വയർ ആ 2 കണക്ഷൻ കൊടുക്കുന്ന കമ്പിയിലായിട്ടങ്ങ് പിരിച്ചു കൊടുത്താൽ മതി. പിന്നെ അഡാപ്റ്ററെ കണക്ഷൻ കൊടുക്കുമ്പം ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു 45 ഡിഗ്രി കണക്ടർ, ഇതിപ്പോൾ ഒരു 1 ഇഞ്ചിൻ്റെ കണക്ടറാണ്. ഇതിനകത്ത് എൻ്റെ മോട്ടർ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മേടിക്കുന്ന മോട്ടറിന് വലിപ്പം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും വലിപ്പം കൂടിയ പൈപ്പ് മേടിക്കുക. ഇനി വലിപ്പം കുറവാണെങ്കിൽ നിങ്ങൾ MCയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരു കാരണവശാലും ഈ 1 ഇഞ്ചിനേക്കാളും കുറഞ്ഞ പൈപ്പ് മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പൈപ്പിൻ്റെ വലിപ്പം കുറയുമ്പോൾ അതനുസരിച്ച് വൈബ്രേഷൻ കൂടും. അപ്പോൾ ഉപയോഗിക്കാൻ പാടായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് 1 ഇഞ്ചിൻ്റെ 1.5 മീറ്ററൊക്കെ നീളം വരുന്ന ഒരു PVC പൈപ്പാണ്. ഈ പൈപ്പിന് അധികം നീളമൊന്നും ആവശ്യമില്ല. കാരണം നീളം കൂടുന്തോറും ഞാൻ ഈ പറഞ്ഞ പോലെ വൈബ്രേഷനൊക്കെ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പൈപ്പിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ആകെ ചെയ്തേക്കുന്ന കാര്യം നമ്മളെ കൈ പിടിക്കുന്ന ഭാഗത്തായിട്ട് ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കമ്പി വഴിപ്പിച്ച് അത്രയും ഭാഗം എടുത്തു കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു സാധനം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് പൈപ്പിൻ്റെ പുറകുവശം അടയ്ക്കാൻ വേണ്ടിയാണ്. വലിയ അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല, ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഇരിക്കട്ടെ എന്ന് കരുതി. ഇൻസുലേഷൻ ടേപ്പൊക്കെ ഇട്ടങ്ങ് ഒട്ടിച്ചാലും കാര്യം നടക്കും. നമ്മുടെ വയറ് കടത്തി വിടാൻ വേണ്ടി ഞാനൊരു കമ്പി വഴിപ്പിച്ച് അതിനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. സ്വിച്ചായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചാണ്, സാധാരണ സ്വിച്ചല്ല. അതിന് 2 ഉണ്ട് ഗുണം. ഒന്ന്, നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഈ ബ്ലേഡിലൊക്കെ പോയി തൊട്ട് കഴിഞ്ഞാൽ, മോട്ടറിൻ്റെ അറ്റത്ത് നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, ആ ബ്ലേഡിലൊക്കെ പോയി തൊട്ട് കഴിഞ്ഞാൽ ഒരു അപകടം ഒഴിവാക്കാം. കാര്യം ഇത് ഞെക്കി പിടിച്ചാലേ വർക്ക് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഞെക്കി പിടിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈക്ക് കുറച്ച് കഴിയുമ്പോൾ വേദന എടുക്കും, നമ്മൾ കൈ എടുക്കും. അന്നേരം മോട്ടറിന് അവിടെ ഒരു റെസ്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മോട്ടർ കേടായി പോകും. കാരണം ഇതൊക്കെ ചൈനയുടെ മോട്ടറാണ്, നമ്മുടെ നാട്ടിൽ ഈ സാധനമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മോട്ടർ ആ 45 ഡിഗ്രി കണക്ടറെ യോജിപ്പിച്ച് വയർ ഉള്ളിൽ കൂടെ കടത്തിവിട്ട് PVC പൈപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും തമ്മിൽ യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ആ വയർ കട്ട് ചെയ്ത് അതേ സ്വിച്ചും ഫിറ്റ് ചെയ്തു. സ്വിച്ച് ഞാൻ ഫിറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. നമ്മുടെ ചുമല വയർ കട്ട് ചെയ്തിട്ട് അവിടെയാണ് ഞാൻ സ്വിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ചുമല തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ഇവിടെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ബാധകമല്ല. പിന്നെ സാധാരണ എല്ലായിടത്തും ചുമല വയറിലാണ് സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതേ രീതി ഇവിടെ പിന്തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സ്വിച്ച് അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് അത് ആ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ശകലം ഫെവിക്വിക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടുത്ത ദൗത്യം മോട്ടറിൻ്റെ അറ്റത്ത് ഒരു ബ്ലേഡ് ഫിറ്റ് ചെയ്യണം, പുല്ല് ചെത്താൻ വേണ്ടി. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ 10 രൂപയൊക്കെ കൊടുത്താൽ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഒരുതരം കത്തി കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ആ കത്തി നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ ഉള്ളിലെ ബ്ലേഡാണ് നമുക്ക് ആവശ്യം. പിന്നെ ഇവിടെ ബ്ലേഡും മോട്ടറും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചേക്കുന്ന ടെക്നിക്ക് ഇതാണ്. നമ്മുടെ ബ്ലേഡിൻ്റെ ഒരു സൈഡിൽ ഒരു ഹോൾ കാണും. ആ ഹോളുള്ള ഭാഗം പഴിപ്പിച്ചിട്ട് ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ ആ താഴ്ഭാഗത്തെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മുട്ടിയിരിക്കുന്ന രീതിയിൽ ഉരുക്കി അതിനകത്തോട്ട് ഇറക്കി. അപ്പം തന്നെ നന്നായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കും. എങ്കിലും ഇച്ചിരോടൊരു ബലം കിട്ടാൻ വേണ്ടി നമ്മുടെ ബ്ലേഡിൻ്റെ ആ ഹോളിൻ്റെ വലിപ്പത്തിൽ ഒരു കമ്പി വഴിപ്പിച്ച് അതിനകത്തൂടെ ഇറക്കി. തുടർന്ന് ആ ഹോളിനകത്ത് ഞെട്ടും ബോൾട്ട് വിട്ട് ടൈറ്റ് ചെയ്യുന്നു. ഈ ഞെട്ടും ബോൾട്ട് നമ്മൾ വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ സ്വിച്ച് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് ഓരോ ഞെട്ടും ബോൾട്ടും. അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്.
പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഒട്ടുമിക്ക കുപ്പികളുടെയും അടപ്പിൻ്റെ കൃത്യം നടുക്ക് ഭാഗത്തായിട്ട് ഒരു പോയിന്റ് കാണും. അങ്ങനെ പോയിന്റ് ഉള്ള ഒരു അടപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആ പോയിന്റേ കൂടെ നമ്മളൊരു ഇടത്തരം വലിപ്പമുള്ളൊരു തയ്യൽ സൂചി പഴിപ്പിച്ചങ്ങ് ഇറക്കി കഴിഞ്ഞാൽ കൃത്യം ആ തുളയ്ക്കകത്ത് നമ്മുടെ മോട്ടറിൻ്റെ കമ്പി ടൈറ്റായിട്ടിരുന്നോളും. പിന്നെ ഏറ്റവും അവസാനം ഒരല്പം ഫെവിക്വിക്കും കൂടെ അങ്ങ് തൂത്ത് കൊടുത്താൽ മതി. പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബ്ലേഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലേഡിൻ്റെ മൂർച്ചയുള്ള ഭാഗം എതിർവശങ്ങളോട്ട് നിൽക്കണം. അതായത് ആദ്യത്തെ ബ്ലേഡിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഇടതുവശത്തോട്ടാണ് നിൽക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ബ്ലേഡിൻ്റെ, അതായത് താഴ്ഭാഗത്ത് വെക്കുന്ന ബ്ലേഡിൻ്റെ മൂർച്ചയുള്ള ഭാഗം വലതുവശത്തോട്ട് നിൽക്കണം. എങ്കിലേ രണ്ട് ബ്ലേഡിൻ്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് നമുക്ക് ഉപയോഗം കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ അടുത്ത ദൗത്യം നമ്മുടെ മോട്ടറിന് ഒരു അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഡയറക്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്ന KCBയുടെ കറണ്ട് കൊടുത്താൽ മോട്ടർ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രവർത്തിപ്പിക്കാൻ നമുക്കൊരു അഡാപ്റ്റർ ആവശ്യമാണ്. അഡാപ്റ്റർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മോട്ടർ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു 6 വോൾട്ട് 9 വോൾട്ടും ഒക്കെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ 6 വോൾട്ടിൻ്റെ മോട്ടറാണ് വാങ്ങിക്കുന്നതെങ്കിൽ 6 വോൾട്ടിൻ്റെ തന്നെ അഡാപ്റ്റർ വാങ്ങിക്കുക. 9 വോൾട്ടിൻ്റെ മോട്ടറാണെങ്കിൽ 9 വോൾട്ടിൻ്റെ തന്നെ വാങ്ങിക്കുക. ഇനി 12 വോൾട്ടിൻ്റെ മോട്ടർ കിട്ടുവാണെങ്കിൽ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വാങ്ങിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മോട്ടർ എത്ര വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത് അത്രയും വോൾട്ടേജ് തന്നെയുള്ള അഡാപ്റ്റർ വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഡാപ്റ്ററിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആംപിയർ ആണ് കോമൺ ആയിട്ട് കിട്ടുന്ന അഡാപ്റ്ററിനൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളൊരു 2 ആംപിയർ കറണ്ട് തരുന്ന ഒരു അഡാപ്റ്റർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം 1 ആംപിയറിൻ്റെ ഉപയോഗിക്കുമ്പം എനിക്ക് ആവശ്യത്തിന് പവർ കിട്ടാത്ത പോലെ തോന്നി. ഈ അഡാപ്റ്ററിൻ്റെ വയറിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പിന്ന് കാണും. ഇത് നമുക്ക് ആവശ്യമില്ല. ഈ പിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, അങ്ങനെ നമ്മൾ പിന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 2 വയർ കാണും. ആ വയറിൻ്റെ കോട്ടിങ് കളഞ്ഞ് നമ്മൾ ഇതുപോലെ എടുക്കുക. തുടർന്ന് ആ 2 വയറിനെ നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന വയറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ വയർ തമ്മിൽ എങ്ങനെ വേണേൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ചുമലയായിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ ചുമലയും കറുപ്പുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമലയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു, അന്നേരം മോട്ടർ ഏത് സൈഡിലോട്ടാണ് കറങ്ങുന്നത് അതിൻ്റെ നേരെ എതിർവശത്തോട്ടായിരിക്കും മോട്ടർ നമ്മൾ ചുമലയും കറുപ്പുമായിട്ട് കണക്ട് ചെയ്താൽ കറങ്ങുന്നത്. അപ്പം നമുക്കിവിടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലേഡിൻ്റെ മൂർച്ചയുള്ള ഭാഗം പുല്ലിനെ അരിയുന്ന രീതിയിൽ കറങ്ങണം. അതായത് മുമ്പോട്ട് കറങ്ങണം. മൂർച്ചയുള്ള ഭാഗം പുല്ലിനെ അരിഞ്ഞെടുത്ത് ആ രീതി കറങ്ങിയാലേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ അങ്ങനെ കറങ്ങുന്നത് വയറെങ്ങനെ കൊടുക്കുമ്പോഴാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്ത ഭാഗത്ത് വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ നിർമ്മിച്ച ഉപകരണത്തിൻ്റെ പൂർണ്ണരൂപം. ഇതിന് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കോഡും കൂടെ ഉണ്ടാക്കി. ഇതിന് വലിയ മുടക്കൊന്നും വന്നിട്ടില്ല. കാരണം 5 രൂപ 10 രൂപ ഒക്കെ മീറ്ററിന് വില വരുന്ന വയറേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം അതിനനുസരിച്ചുള്ള കറണ്ട് ഇത് വലിക്കുന്നുള്ളൂ. നമ്മളിനി വീടിനകത്ത് കൊണ്ടുവച്ച് തേപ്പൊട്ടിയൊന്നും ഇതേ കുത്താതെ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു 10-20 മീറ്റർ നീളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിൽ എവിടെ വേണേൽ കൊണ്ടുവച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് വലിയ കാടൊന്നും വെട്ടി തെളിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് നമ്മുടെ പറമ്പിൽ കിളുത്ത് വരുന്ന അടുക്കളത്തോട്ടത്തിൽ ചെറിയ കളകളൊക്കെ വെട്ടാം. അതുപോലെ നമ്മൾ പൂന്തോട്ടത്തിൽ പുൽത്തകിടിയൊക്കെ വളർത്തുവാണെങ്കിൽ അത് നമുക്ക് വെട്ടിയൊരുക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം.